ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 1 പത്രോസ് 3:15 ക്രിസ്തുവിനെ കർത്താവായ ഹൃദയത്തിൽ പൂജിക്കുവിൻ. പ്രിയമുള്ളവരെ, ഇന്ന് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാളാണ്. പത്രോസ് സ്ലീഹ നമ്മളോട് പറയുകയാണ് കർത്താവിനെ ഹൃദയത്തിൽ രാജാവായി കർത്താവായി പൂജിക്കാനായിട്ട്. അപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിലായി കഴിയുമ്പോൾ മുക്കുവനായ പത്രോസിനെ കർത്താവ് തിരഞ്ഞെടുത്ത് ശക്തിപ്പെടുത്തി ഉയർത്തി, വീണുപോയെങ്കിലും വീണ്ടും ശക്തിപ്പെടുത്തി സഭയുടെ അടിസ്ഥാനമാക്കി മാറ്റി. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുന്നു, വിളിക്കുന്നു. നമ്മളെ ശക്തിപ്പെടുന്ന ഇടയ്ക്ക് വീണു പോയാലും കർത്താവ് നമ്മളെ കൈവിടുകയില്ല. അവിടെ നമ്മളെ താങ്ങുമെന്ന പൂർണ്ണ ബോധ്യമാണ് പത്രോസ് സ്ലീഹ നമുക്ക് നൽകുന്നത്. പൗലോസ് സ്ലീഹ 1 കൊരിന്തോസ് 15:10 പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. പ്രിയമുള്ളവരെ, പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന, കൊല്ലുന്ന വ്യക്തിയായിരുന്നു. ആ വ്യക്തിയാണ് കർത്താവ് അനേകർക്ക് സുവിശേഷം നൽകാനായിട്ട് തിരഞ്ഞെടുത്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുറവോ കഴിവില്ലായ്മയോ അല്ല, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ ശക്തിപ്പെടുത്തി നമ്മളെ ഉപയോഗിക്കും. കർത്താവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. കർത്താവിനെ ഹൃദയത്തിൽ രാജാവായി കർത്താവായി പൂജിക്കാം. അതുപോലെ ഞാൻ എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണെന്ന് അഹങ്കരിക്കാതെ എളിമയോടുകൂടി കർത്താവിൽ ശരണപ്പെടുവാനായിട്ട് പൗലോസ് സ്ലീഹ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ഇന്നേ ദിവസം കർത്താവ് ഈശോയുടെ നാമത്തിൽ നമ്മൾ ഓരോരുത്തരും സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, സാത്താൻ്റെ എല്ലാ കെണികളിൽ നിന്നും കർത്താവിൻ്റെ രക്തം നമ്മളെ സംരക്ഷിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥവും സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേകിച്ച് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ